ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് KTU 2024 സ്കീമിൻ്റെ സിലബസ് ഡിസ്കഷനാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സെമസ്റ്റർ 1 വരുന്ന ടോപ്പിക്കാണിത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നിങ്ങൾക്ക് മെയിൻലി 4 മോഡ്യൂൾസ് ആണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് 2 മോഡ്യൂളിന് അറൗണ്ട് 10 hours ക്ലാസ്സും നെക്സ്റ്റ് 2 മോഡ്യൂൾ 3-4 മോഡ്യൂൾസിന് അറൗണ്ട് 8 hours ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ ഈ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കുന്നത് നോക്കാം. ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിക്സ് ആണ്. ഓക്കെ, സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫോഴ്സ് കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ ബോഡി റെസ്റ്റിലായിരിക്കുമ്പോഴാണ്. ഓക്കെ, ബോഡി റെസ്റ്റിലായിരിക്കുമ്പോൾ റെസ്റ്റിലുള്ള ബോഡിയുടെ പറ്റിയുള്ള സ്റ്റഡീസ് ആണ് നമ്മൾ സ്റ്റാറ്റിക്സിൽ നടത്തുന്നത്. ഓക്കെ, അതിൽ ഇൻട്രൊഡക്ഷൻ ടു ബ്രാഞ്ചസ് ഓഫ് മെക്കാനിക്സ് നിങ്ങൾ പഠിക്കും. അതായത് മെക്കാനിക്സിന് ഏതൊക്കെ ബ്രാഞ്ചസ് ഉണ്ട്, ഓക്കെ, അത് നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞിട്ട് കൺസെപ്റ്റ് ഓഫ് റിജിഡ് ബോഡി. ഓക്കെ, ഒരു റിജിഡ് ബോഡി എന്താണ്, ഡിഫോർമേഷൻ ഇല്ലാത്ത ബോഡീസിനാണ് നമ്മൾ റിജിഡ് ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ആ റിജിഡ് ബോഡി കൺസെപ്റ്റ് പഠിക്കും. അതുപോലെ തന്നെ സ്കെയിലേഴ്സ് പഠിക്കും, വെക്ടേഴ്സ് പഠിക്കും. സ്കെയിലറും വെക്ടറും ഒക്കെ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം അല്ലേ? മാഗ്നിറ്റ്യൂഡും ഡയമെൻഷനും ഉള്ളത് വെക്ടറാണ്, മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ളത് സ്കെയിലേഴ്സ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് 12th. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വെക്ടർ ഓപ്പറേഷൻ. ഓക്കെ, വെക്ടർ ഓപ്പറേഷൻ പഠിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോഴ്സസ് ഇൻ സ്പേസ് പഠിക്കും. ഓക്കെ, ഇത്രയൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ ഫോഴ്സ്, രണ്ട് ഫോഴ്സ് ഓരോരോ ആംഗിളിൽ ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടൻസ് എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ റിസൾട്ടൻ്റ് അതിൻ്റെ മെയിൻ ഫോഴ്സുമായിട്ട് എത്ര ആംഗിളിലായിരിക്കും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. ഓക്കെ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് വരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അടുത്തത് സപ്പോർട്ട് റിയാക്ഷൻ ഓഫ് ബീംസ്. അതിൽ തന്നെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് പോയിന്റ് ലോഡ് ആൻഡ് UDL ഒള്ളി എന്ന് പറയുന്നുണ്ട്. പോയിന്റ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പോയിന്റിൽ മാത്രമായിട്ട് ആക്ട് ചെയ്യുന്ന ലോഡുകളെയാണ് നമ്മൾ പോയിന്റ് ലോഡ് എന്ന് പറയുന്നത്. UDL എന്ന് പറഞ്ഞാൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. ഓക്കെ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ് UDL എന്ന് പറയുന്നത്. ഓക്കെ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു പ്രത്യേക ലെങ്തിൽ, ഇപ്പോൾ ഒരു 1 മീറ്ററിൽ ഇത്ര കിലോന്യൂട്ടൺ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു, അങ്ങനെയുള്ള ലോഡുകളാണ് UDL എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അങ്ങനെ ഒരു UDL വരുമ്പോൾ, അല്ലെ പോയിന്റ് ലോഡ് വരുമ്പോൾ നമ്മുടെ സപ്പോർട്ടിൽ ഉണ്ടാക്കുന്ന റിയാക്ഷൻസ്. ഓക്കെ, ബീം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. നമുക്ക് കോളംസ് ഉണ്ട്, ബീംസ് ഉണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ അല്ലെങ്കിൽ വലിയ ബിൽഡിങ്സിലൊക്കെ കോളംസ് ഉണ്ട് അല്ലേ? കോളംസിൻ്റെ മേളിൽ വെക്കുന്ന സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സിനാണ് ബീം എന്ന് പറയുന്നത്. അപ്പോൾ ആ ബീമിൽ UDL വരുമ്പോൾ എങ്ങനെയാണ്, കോൺസെൻട്രേറ്റഡ് ലോഡ് വരുമ്പോൾ എങ്ങനെയാണ് ഈ ബീമിൻ്റെ ഈ സപ്പോർട്ടിൽ വരുന്ന റിയാക്ഷൻസ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതും സിമ്പിളാണ്. അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് വരാം. ഓക്കെ, ഇനി അടുത്തത് ഫോഴ്സ് സിസ്റ്റം. ഓക്കെ, ഫോഴ്സ് സിസ്റ്റത്തെ പറ്റി പഠിക്കും നമ്മൾ. റെക്ടാങ്കുലർ കമ്പോണൻസ് ഇൻ 2D ആൻഡ് 3D. ഓക്കെ, അപ്പോൾ 2 dimensional ഫോഴ്സ് സിസ്റ്റത്തെ പറ്റിയിട്ടും പഠിക്കും, 3 dimensional ഫോഴ്സ് സിസ്റ്റത്തെ പറ്റിയിട്ടും പഠിക്കും. പിന്നെ മൊമെന്റ് എന്താണ്? മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ ഡിസ്റ്റൻസ് ആണ് അല്ലേ? പിന്നെ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് വരുമ്പോഴാണ് കപ്പിൾ വരുന്നത്. ആ കപ്പിളിനെ പറ്റി പഠിക്കും. പിന്നെ ഫോഴ്സിന്റെ റിസൾട്ടൻസ്, പിന്നെ ഇക്വിലിബ്രിയം. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ പഠിക്കും. ഇനി അടുത്തതിൽ ഇക്വിലിബ്രിയത്തിൽ വരുന്നതാണ് സിസ്റ്റം ഐസൊലേഷൻ ആൻഡ് ഫ്രീ ബോഡി ഡയഗ്രാം. നമ്മൾ ഒരു സിസ്റ്റത്തെ ഐസൊലേറ്റ് ചെയ്ത് അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ട് നമുക്ക് അൺനോൺ റിയാക്ഷൻസ് ഒക്കെ കണ്ടുപിടിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇക്വിലിബ്രിയം ഇൻ 2D ആൻഡ് 3D. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് പഠിക്കാൻ വരുന്നത്. ഇനി അടുത്തതാണ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളൊരു ബോഡി മറ്റൊരു ബോഡിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോഴാണ് ഫ്രിക്ഷൻ വരുന്നത് അല്ലേ? അപ്പം ഇവിടെ നമ്മൾ സ്റ്റാറ്റിക്സ് പഠിച്ചു. ഇനി അടുത്ത നമ്മൾ മൂവ്മെന്റ് തുടങ്ങുക, ഫ്രിക്ഷനാണ് പഠിക്കുന്നത്. ഓക്കെ, ഫ്രിക്ഷനകത്ത് കുറച്ച് ലോസ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ട്, ഫ്രിക്ഷന്റെ അസംഷൻസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താ? അനാലിസിസ് ഓഫ് ബ്ലോക്സ് ആൻഡ് ലാഡർ. അതായത് രണ്ട് ബ്ലോക്ക് തമ്മിൽ മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ലാഡർ ഒരു വോളിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ആ ലാഡർ മൂവ് ചെയ്യുമ്പോൾ ഒക്കെ എങ്ങനെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഒക്കെ ആക്ട് ചെയ്യുന്നതെന്ന് പഠിക്കും. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്ന സെൻട്രോയിഡ് ഓഫ് കോമ്പോസിറ്റ് ഏരിയാസ്. നമ്മൾ മെയിൻലി നമുക്ക് എഞ്ചിനീയറിംഗിൽ വരുന്ന, അതായത് മെയിൻ സെക്ഷൻസ്, അതായത് ഇപ്പം സിലിണ്ടർ അല്ലെങ്കിൽ എന്താണ് സ്ഫിയർ, പിന്നെ ഡിസ്ക്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സെൻട്രോയിഡ്. ഓക്കെ, കോമ്പോസിറ്റ് സെക്ഷൻസിൻ്റെ സെൻട്രോയിഡ്, പ്ലെയിൻ ലാമിനയുടെ സെൻട്രോയിഡ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇതിൽ പഠിക്കുക. ഇതിൽ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ വരുന്നുണ്ട്. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഒക്കെ നമ്മൾ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ 12th. ഇനിയും പിന്നെ പാരലൽ ആക്സിസ് ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഓക്കെ, അത് വരും. പിന്നെ അടുത്ത എന്താ? പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുമ്പോൾ റൊട്ടേഷനുമായിട്ട് വരുന്നതാണ് പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. പിന്നെ എന്താണ്? റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ ഒക്കെ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഇനി മാസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റിംഗ് ആൻഡ് ഡിസ്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഫ്രിക്ഷനും പിന്നെ സെൻട്രോയിഡ് ഓഫ് കോമ്പോസിറ്റ് ഏരിയ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ, പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ടേംസ് ഒക്കെ, കോമ്പോസിറ്റ് സെക്ഷൻ്റെ സെൻട്രോയിഡ്, പിന്നെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഇതൊക്കെ നിങ്ങൾക്ക് ഫർദർ ആവശ്യമുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് S3 വരുന്ന സബ്ജക്ട്സിനൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ബേസ് ഉണ്ട്. ഓക്കെ, ഇത് ഈ ബേസ് ഉണ്ടെങ്കിൽ നമുക്കത് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ചാപ്റ്റേഴ്സ് ഒക്കെ നന്നായിട്ട് സ്ട്രെസ് കൊടുത്ത് പഠിക്കാം. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ഡൈനാമിക്സ്. ഡൈനാമിക്സ്, സ്റ്റാറ്റിക്സ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാറ്റിക്സ് അറ്റ് റെസ്റ്റ് അല്ലേ? അപ്പോൾ ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മോഷൻ ആയിരിക്കും. ഇനി റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ, അതായത് ഒരു ലൈനിൽ കൂടെയുള്ള ട്രാൻസ്ലേഷൻ, നമ്മൾ ആക്സലറേഷൻ വെലോസിറ്റി ഒക്കെ പഠിച്ചിട്ടില്ലേ, അത്. ഇനി അടുത്ത എന്താ? ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ഇൻ കൈനമാറ്റിക്സ് ആൻഡ് കൈനറ്റിക്സ്.
ഓക്കെ, ഇപ്പം നമ്മൾ കൈനറ്റിക്സിൽ എന്ന് പറയുമ്പോൾ എന്താ, ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യാത്ത ടൈപ്പ് ഓഫ് മോഷനാണ് കൈനമാറ്റിക്സ്. കൈനറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫോഴ്സ് കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡി-എലംബർട്ട്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡി-എലംബർട്ട്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വർഷങ്ങളായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. 2015 സ്കീമിൽ 19 സ്കീമിൽ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാം സ്റ്റേറ്റ് ഡി-എലംബർട്ട്സ് പ്രിൻസിപ്പിൾ എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത എന്താ, മോഷൻ ഓൺ ഹൊറിസോണ്ടൽ ആൻഡ് ഇൻക്ലൈൻഡ് സർഫസ്. അപ്പം നമ്മുടെ വെഹിക്കിൾസ് ഒക്കെ റോഡിൽ കൂടെ ഇൻക്ലൈൻഡ് റോഡിലൂടെ പോകുന്നൊരു പ്രോബ്ലം, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് സ്ലൈഡ് ചെയ്യുന്ന പ്രോബ്ലം, ഇതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. പിന്നെ മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ്, നമ്മൾ പുള്ളി പോലെ രണ്ട് ബോഡീസ് തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടിരിക്കുമ്പോൾ അതിൻ്റെ മോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് കർവിലീനിയർ ട്രാൻസ്ലേഷൻ ആണ്. ഓക്കെ, കർവിലീനിയർ ട്രാൻസ്ലേഷനകത്ത് ഇക്വേഷൻസ് ഓഫ് കൈനമാറ്റിക് പിന്നെ പ്രൊജക്റ്റൈൽ മോഷനൊക്കെ നമ്മൾ കുറച്ചൊക്കെ 12th പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൻ്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രൊജക്റ്റൈൽ മോഷനിലൊക്കെ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താ, റൊട്ടേഷൻ, കൈനമാറ്റിക്സ് ഓഫ് റൊട്ടേഷൻ, പിന്നെ ഇക്വേഷൻ ഓഫ് റിജിഡ് ബോഡി, റൊട്ടേഷൻ അബൌട്ട് ഫിക്സഡ് ആക്സിസ്, റൊട്ടേഷൻ അണ്ടർ കോൺസ്റ്റന്റ് മൊമെന്റ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് 4th മോഡ്യൂളിലും വരുന്നത്. അപ്പം കർവിലീനിയർ ട്രാൻസ്ലേഷനും റൊട്ടേഷനുമാണ് 4th മോഡ്യൂളിൽ വരുന്നത്. രണ്ടും കൈനമാറ്റിക്സ് ആണ് വരുന്നത്, ഫോഴ്സ് കൺസിഡർ ചെയ്യാതുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് മെയിൻലി ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ വരുന്നത്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് നല്ല സ്ട്രെങ്സ് കൊടുത്ത് പഠിക്കണം. ഒത്തിരി സപ്ലി വരുന്ന ഒരു സിലബസ് സബ്ജക്റ്റാണിത്. അപ്പം നിങ്ങൾ മാക്സിമം ഇത് പ്രോബ്ലമാറ്റിക് ആയിരിക്കും. തിയറി ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് വളരെ കുറവായിരിക്കും, ഫുൾ പ്രോബ്ലംസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ സിലബസിനനുസരിച്ചുള്ള ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, മാക്സിമം ഇതിന് സ്ട്രെസ് കൊടുത്ത് തന്നെ പഠിക്കണം. മീൻസ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സപ്ലി വരുന്നൊരു സബ്ജക്റ്റാണിത്. ഭയപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല, നമ്മൾ ആദ്യമേ കോഷനായിട്ടിരുന്ന് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അവസാനം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ലേണിനോ മെക്കാനിക്സിൽ ഗ്രൂപ്പ് സിക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലെക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ സെഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും മോക്ക് ടെസ്റ്റും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. ഇതാണ് നമ്മുടെ കോൺടാക്ട് നമ്പർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.